ഹായ്. അപ്പോ മോളെ റെസിപ്പി ആട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ റെസിപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ വരും. അപ്പോ ചിക്കൻ ടിക്ക മസാല കേട്ടോ റെഡിയാക്കുന്ന അതിന് വേണ്ടിയിട്ട് ചിക്കന് നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ജീരകപ്പൊടി അതുപോലെ ഗരം മസാലപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ആക്കുക. നല്ലതുപോലെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ലതുപോലെ മിക്സ് ആക്കണം. കാരണം ആ ഒരു ചിക്കനിലൊക്കെ ഈ മസാലകളൊക്കെ ഒന്ന് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ മോൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെ ഓരോ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ ചെയ്യുന്ന ടൈമിലൊന്ന് വീഡിയോ എടുത്തിട്ടിടുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഓയിൽ ചൂടായതിനു ശേഷം അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ തിരിച്ചുമറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ആയ ഓയിൽ തന്നെ ജീരകം പെരുംജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പൊ തക്കാളി ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാട്ടോ. അത് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലോട്ട് മസാലപ്പൊടികൾ മുളക് പൊടി ഗരം മസാലപ്പൊടി ജീരകപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇവ ഇട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കുക. നല്ലോണം ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് അതും ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിലോട്ട് കുതിർത്ത കാഷ്യൂ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനുശേഷം അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ നമ്മളെ ചിക്കനും ഒക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ എല്ലാവർക്കും ബൈ.